ഇന്ത്യൻ ഫുട്ബോളിന് വളർച്ചയില്ല. എന്തുകൊണ്ട്? കാരണം ഇവിടുത്തെ ഗ്രാസ് റൂട്ടോ അതോ പൊളിറ്റിക്സോ? ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്മക്ക്. ഇന്ത്യൻ ഫുട്ബോൾ എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഫുട്ബോൾ വളരാത്തത്? ഇപ്പോൾ നമ്മളിവിടെ പല രീതിയിലുള്ള വാദങ്ങൾ കേട്ടിട്ടുണ്ട്. പല ആളുകളുടേതും പല അനലിസ്റ്റുകളുടേതും അല്ലെങ്കിൽ പല ലെജൻസിൻ്റെതും അങ്ങനെ പല രീതിയിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എന്താണ് കാരണം? ചില പക്ഷം പറയുന്നത് നമ്മുടെ ഗ്രാസ് റൂട്ട് ശരിയല്ല, അല്ലെങ്കിൽ നമ്മുടെ യങ് ടാലന്റുകളെ നമ്മൾ വളർത്തിയെടുക്കുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ശരിയാണ്, വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് മാത്രമാണോ പ്രശ്നം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി ആണെങ്കിലും നമ്മുടെ നമ്മുടെ രാജ്യമാണെങ്കിലും നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും, മാധ്യമമാണെങ്കിലും നമ്മളുടെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം ഇതിന് കാരണമാണെന്ന് ഞാൻ പറയുള്ളൂ. നമ്മുടെ സൊസൈറ്റി പോലും വളരെ വലിയ പങ്ക് ഇന്ത്യൻ ഫുട്ബോൾ വളരാത്തതിൽ വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ ഫുട്ബോൾ മാത്രമല്ല, ഇന്ത്യയുടെ പല സ്പോർട്സുകളും, ഇപ്പോൾ ക്രിക്കറ്റ് പോലെ മറ്റ് സ്പോർട്സുകളൊന്നും അത്ര വലിയ സംഭവമൊന്നും അല്ല. ഇന്ത്യക്ക് പ്രതിഭകൾ വളരെ കുറവാണ്. ഇതിന്റെയൊക്കെ കാരണം ഏറ്റവും നമ്മൾ ആദ്യം പറയേണ്ട ഇവിടുത്തെ സൊസൈറ്റിയെ തന്നെയാണ് എന്നാണ്. ഇവിടുത്തെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇവിടെ ഈ മെസ്സി വരുന്നു എന്നുള്ള ഒരു സംഭവം എല്ലാവരും, ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, മാധ്യമങ്ങൾ സംസാരിക്കുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധങ്ങൾ നടത്തുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന എന്താണ്? ഈ മെസ്സിയെ കൊണ്ടിരുന്ന ക്യാഷ് കൊണ്ടിട്ട് നമുക്ക് പുതിയ സ്റ്റേഡിയംസ് പണിഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ഉണ്ടാക്കിയാൽ പോരെ, ഗ്രാസ് റൂട്ട് ഡെവലപ്പ് ചെയ്യണം എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് മെസ്സി വരുന്നില്ല എന്ന് കണ്ടപ്പോൾ എല്ലാവരും നേരെ തിരിഞ്ഞു, മെസ്സി വരുന്നില്ല എന്നായി. ആളുകളെ പറ്റിച്ചു, ആളുകളെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി തെറ്റിദ്ധരിപ്പിച്ചു. എന്തിനാണ് അവരങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അവർക്ക് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത്? അവരൊരു ട്രൈ ആണ് നടത്തിയത്. ട്രൈ എന്നല്ല, അത് ഓൾമോസ്റ്റ് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് എനിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്, ഇതിന്റെ സംഘാടകർ ആരായാലും തന്നെ, ഇപ്പൊ ഏത് റിപ്പോർട്ടർ ചാനൽ ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ കേരള ഗവൺമെന്റ് ആവട്ടെ, അവർ വലിയൊരു എഫേർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ എഫേർട്ട് വെറുതെ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, നമ്മൾ വെറുതെ ഒരു ടൂർണമെന്റ് കളിക്കാനായിട്ട് TM കൊടുത്ത് ചുമ്മാ രണ്ട് പഞ്ചായത്തുകൾ കളിക്കാൻ വരുന്ന രണ്ട് ടീമിനെ വിളിക്കുന്ന പരിപാടിയല്ല. മെസ്സിയും അതേപോലെ അർജന്റീനയും വരുന്ന ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള റിസ്കുകളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരുപാട് നൂലാമാലകളുണ്ട്. അപ്പൊ അതൊക്കെ തരണം ചെയ്ത് മാത്രമേ അങ്ങനെ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ. ഒരുപക്ഷെ നമ്മൾ എത്തിയില്ല എന്നും വരാം. അപ്പം അവര് ട്രൈ ചെയ്തതാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. അങ്ങനെ ഒന്നും കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിനെ മുതലെടുക്കുന്ന ആളുകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ. ഇവര് മെസ്സിയുടെ മാസ്കും ധരിച്ച് മെസ്സിയുടെ ജേഴ്സിയും ഇട്ട് ഇവര് റോഡിലിറങ്ങി ഭയങ്കര ഷോ ഓഫ് ഇപ്പൊ കാണിക്കുന്നുണ്ട് പല പാർട്ടിക്കാരും. ഞാൻ അവരോട് ചോദിക്കുന്നത്, മെസ്സി വരുന്നില്ല എന്ന പേരിൽ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു ശുഷ്കാന്തി, ഈ സമര ശുഷ്കാന്തി നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോബ്ലത്തിൽ നിങ്ങൾ കാണിക്കുന്നില്ല? നിങ്ങൾ എല്ലാവരും പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ വളരട്ടെ എന്നല്ലേ. എന്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്? ഇവരാരും ഒരു തെരുവിൽ ഇറങ്ങി ഒന്നും കാണിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ഇവരാരും ഒരു മറ്റാരുടെയും ഒരു മാസ്കും വെച്ചിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ കുത്തന്നെ റാങ്ക് ഒക്കെ താഴോട്ട് പോകുന്നു, ISL നടക്കുന്നില്ല, പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്നില്ല, മത്സരങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ പോകുന്നു, പല ക്ലബ്ബുകളും ഇവിടെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഫ്രീസ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള വളരെ വളരെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഇന്ത്യൻ ഫുട്ബോളിൽ നടന്നുകൊണ്ടിരിക്കുക. ഇതേ പറ്റിയിട്ടൊന്നും ഇവരാരും പ്രതികരിക്കുന്നില്ലല്ലോ, ഇതേ പറ്റിയിട്ട് ആരും സംസാരിക്കുന്നില്ലല്ലോ, ഒരു സമരവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പൊളിറ്റിക്കലി ഒരു രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടിയിട്ട് മാത്രം ചെന്നായ്ക്കളെ പോലെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന കുറെ ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾക്കായാലും മീഡിയക്കായാലും ഒക്കെ ഇതിനകത്തൊക്കെ വളരെ വലിയ പങ്കുണ്ട്. അപ്പോൾ മീഡിയയൊക്കെ എനിക്കറിയില്ല, ഇവരൊന്നും വേണ്ട രീതിക്ക് ഈ പറയുന്ന ISL നടക്കാത്തതിന്റെ കാര്യത്തെ പറ്റിയിട്ടുള്ള ചർച്ചകളോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളോ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിതുവരെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകും, ISL നഷ്ടത്തിലാണ്, അതുകൊണ്ട് ഈ തവണ ISL നടക്കുമോ എന്ന് സംശയമാണ്, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. പത്രത്തിന്റെ ഒക്കെ മേളിൽ ഹെഡിങ് വരുന്ന പോലെ കുറച്ച് കാര്യം പറഞ്ഞ് തീർന്നു. അല്ലാതെ അതിനെ പറ്റിയിട്ടൊരു ചർച്ചയോ, അല്ലെങ്കിൽ അത് ഇന്ത്യക്ക് അത് വലിയ പ്രശ്നമാണെന്നോ, ഫുട്ബോൾ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ആവശ്യമായ സാധനമാണെന്നോ, ഇതേ പറ്റിയിട്ടൊന്നും ഉള്ള യാതൊരു രീതിയിലുമുള്ള ചർച്ചകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ സമരമുറകളോ ഒന്നും ഞാൻ ഇവിടെ കാണുന്നില്ല. അപ്പോൾ രാഷ്ട്രീയപരമായ മുതലെടുപ്പ് മാത്രം. പിന്നെ സൊസൈറ്റിക്കുള്ള ഒരു പങ്ക്, ഇന്ത്യൻ ഫുട്ബോൾ വളരാത്തത് അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്പോർട്സ് ഏതായിക്കോട്ടെ വളരാത്തതിൽ സൊസൈറ്റിക്കുള്ള പങ്ക്. അതായത് ഇപ്പോഴും കുട്ടികൾ കളിക്കാൻ പോകുന്നത് എന്തോ വലിയ ക്രിമിനലിസമായിട്ട് കാണുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മളത്. അതായത് ഞാനിവിടെ കാണാറുണ്ട്, രാത്രി 8 മണി 8:30 വരെയൊക്കെ പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെന്ററുകൾ ഞാനിവിടെ കാണാറുണ്ട്. എന്തിനാണിത്? ഇവര് ശരിക്കും സ്കൂളിൽ പഠിപ്പിക്കുന്ന സാർമാരെ കളിയാക്കുന്ന പരിപാടിയല്ലേ ഇത്? അവർക്ക് എന്താ പഠിപ്പിക്കാൻ അറിയില്ലേ?
സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാറുമാരെ കളിയാക്കുന്ന പരിപാടിയാണ് ഈ ട്യൂഷൻ സെന്ററുകൾ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിയാണ്, ട്യൂഷൻ സെന്റർ നടത്തുന്നവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത്രയ്ക്കങ്ങ് ആവരുത്. കാരണം ഒരു കുട്ടികൾക്ക് ഒരു ചെറിയ അവധി കിട്ടിയാൽ ഇവർ ട്യൂഷൻ വെക്കും, ശനി ഞായർ ട്യൂഷൻ വെക്കും. അത് ശനി ഞായറൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ ട്യൂഷനുള്ള ട്യൂഷൻ സെന്ററുകളുണ്ട് ഇവിടെ. രാവിലെ ട്യൂഷൻ, വൈകിട്ട് ട്യൂഷൻ. ഇവരുടെ ഫിസിക് എന്ന് പറയുന്ന സാധനം ഇവരെപ്പോഴാണ് മെയിൻറ്റെയിൻ ചെയ്യുക? ഇവർക്ക് ഈ കുട്ടികൾ ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ളവരായിട്ട് വളരണ്ടേ? ഇവരുടെ മെന്റലി ഇവർക്ക് കുറച്ച് റിലാക്സ് വേണ്ടേ? നിങ്ങൾ ഇനി ഇവരെ കളിപ്പിച്ചെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് അയക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസും അല്ലെങ്കിൽ അവരുടെ മെന്റൽ സ്ട്രെങ്തിനൊക്കെ വേണ്ടിയിട്ട് ഇവർ ഒരു മണിക്കൂറെങ്കിലും പുറത്തു പോയി കളിക്കാനുള്ള ഒരു ഏർപ്പാട് ഈ വീട്ടുകാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവരെന്താണ് 24 മണിക്കൂർ ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന എന്തെങ്കിലും സാധനമാണോ ഈ കുട്ടികൾ എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് കുട്ടികൾ എൻ്റെ വീടിന് ചുറ്റും തന്നെ ഞാൻ പല കുട്ടികളെയും കണ്ടിട്ടുണ്ട്. എന്നെക്കാളും വണ്ണമുണ്ട് ചിലവന്മാർക്കൊക്കെ. വീട്ടിലിരിപ്പെന്ന് പറഞ്ഞാൽ ട്യൂഷൻ സ്കൂള് വീട്, ട്യൂഷൻ സ്കൂള് വീട്, ഇത് തന്നെ പരിപാടി. അപ്പോൾ ഇങ്ങനെയുള്ള പങ്കും നമ്മുടെ സൊസൈറ്റിക്ക് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവര് വേണ്ട രീതിക്കുള്ള ഒരു പ്രൊഫഷണലിസമോ അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയാലോ ഈ ഇന്ത്യൻ ടീമിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ISL ക്ലബ്ബുകളിൽ കാണുന്ന പല പ്ലേയേഴ്സിനെക്കാളും ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സിനെ, നന്നായി കളിക്കാൻ അറിയാവുന്ന പ്ലേയേഴ്സിനെ ഞാൻ നാട്ടുപുറത്ത് കണ്ടിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തുകളെയും ലോക്കൽ ടൂർണമെന്റ് കളിച്ച് നടക്കുന്ന ഒരുപാട് പ്ലേയേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരെ നമുക്ക് രണ്ട് രീതിയിൽ തിരിക്കാം. ഒന്ന് എങ്ങനെ അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകണം എന്ന് അറിയാതെ നിൽക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. എന്നാൽ അടുത്ത സ്റ്റേജ് ആരൊക്കെ കൊണ്ട് അവന്മാരുടെ കൈ വെച്ച് കൊടുത്താലും എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഇവിടെ ചെറിയ മുറുക്കാനൊക്കെ മുറുക്കി ഈ ലോക്കൽ ടൂർണമെന്റ് ഒക്കെ കളിച്ച് അതിന്റെ രുചിയും പിടിച്ച് ഞാൻ ഇവിടെ നടന്നോളാം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. എന്നുവെച്ചാൽ പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ വീടുകളിൽ നിന്ന് പോലും കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പ്രൊഫഷണലിസം എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതിന്റെ പേരിൽ എത്ര 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 ടാലന്റുകളാണെന്നറിയോ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒതുങ്ങിക്കൂടി കൂലിപ്പണിക്കും പോയി ജീവിച്ച് ജീവിതം തീർത്തുകൊണ്ടിരിക്കുന്ന എത്ര 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 പ്ലേയേഴ്സ് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഭയങ്കര ലെജൻഡറി ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. നമ്മളിങ്ങനെ പറയായിരുന്നു പുള്ളിയൊക്കെ മര്യാദക്കായിരുന്നെങ്കിൽ ഇന്ത്യൻ ടീമിൽ കളിക്കേണ്ട വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പ്ലേയേഴ്സ് ഒക്കെ ഈ പറയുന്ന നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രാസ് റൂട്ട് ഒരു പ്രശ്നമാണ്. കാരണം ഇവരെയൊക്കെ സ്കൗട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇവരെയൊക്കെ കണ്ടെത്താനും ഒന്നുള്ള ഒരു ഫെസിലിറ്റി ഒന്നും നമുക്കില്ല. പിന്നെ ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ഗ്രൗണ്ടുകളും കുറെ അക്കാഡമീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നീട് പോകുന്ന സാധനം പൊളിറ്റിക്സിലേക്കാണ്. ഈ പറയുന്ന നാഷണൽ ടീമിൽ പോലുമുള്ള പൊളിറ്റിക്സ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് ഞാൻ കാണുന്നത്. ശരിക്കും നമ്മുടെ ISL തന്നെ ISL-ഉം I ലീഗും ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ കറന്റ്ലി ഇന്ത്യയുടെ നാഷണൽ സ്ക്വാഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിനെക്കാളും ക്വാളിറ്റി ഉള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നാഷണൽ സ്ക്വാഡിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ നാഷണൽ ക്യാമ്പിലേക്ക് വരുന്നില്ല? ഇതിന്റെയൊക്കെ കാരണം ഒന്നാണ് പൊളിറ്റിക്സ്. ഇവിടെയുള്ള കുറെ ലെജൻസുകൾ, കുറെ കിളവന്മാര്, ഞാൻ ഇന്ത്യയുടെ കറണ്ട് നാഷണൽ പ്ലെയർ ആണെന്നുള്ള പദവിയിൽ വിരമിക്കാനിരിക്കുന്ന ചില പ്ലെയേഴ്സ് ഉണ്ട് ഇവിടെ. അങ്ങനെയുള്ള പൊളിറ്റിക്സ് ആണ് മെയിൻ പ്രശ്നം. നമ്മൾ ടാലന്റുകളെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ ടീമിന് ഒരിക്കലും ഈ ഗതി വരില്ല. 138 മറ്റൊന്തോ ആണ് ഇപ്പോൾ റാങ്കിങ്. കാരണം ഇത് ഇങ്ങനെ ഒരു ഗതി വരില്ല. നല്ല പ്ലേയേഴ്സിനെയാണ് നമ്മുടെ കയ്യിൽ തന്നെ ഉള്ള നല്ല പ്ലേയേഴ്സിനെ വെച്ചാണ് ടീം ബിൽഡ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യക്ക് ഈ ഗതി വരില്ല എന്ന് ഞാൻ പറയുന്നതിന്റെ മെയിൻ കാരണം നിങ്ങൾ നേരെ ഇന്ത്യയുടെ വുമൻസ് ടീം നോക്കുക. അവിടെ വേറെ പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ അവര് കളിക്കുന്നവരെ തന്നെ സ്കൗട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ വുമൻസ് ടീമിന്റെ ലെവല് എവിടെയാണ് എന്ന് ആലോചിക്കുക. ഞാൻ ഏകദേശം നെക്സ്റ്റ് വുമൻസ് വേൾഡ് കപ്പ് കളിക്കാനുള്ള ഒരു സാധ്യതയുടെ വക്കിലെത്തി നിൽക്കുകയാണ് വുമൻസ് ടീം. വുമൻസ് ടീമിന്റെ മത്സരങ്ങൾ ഇവിടെ ആരും കാണുന്നില്ല, അല്ലെങ്കിൽ അതിനെ കൂടുതൽ ആരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അല്ലേ? പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചോളുക, അവരൊരു വിക്ടറി ഇവിടെ ഉണ്ടാക്കും. ഇന്ത്യ എന്ന് വേൾഡ് കപ്പ് കളിക്കുമെന്ന ക്വസ്റ്റ്യന് ഒരു ആൻസറും കൊണ്ട് അവർ വരും എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഞാൻ അവരെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ കളിക്കുന്ന കുറെ പെൺകുട്ടികളുണ്ട്, കുറെ താരങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് കൊണ്ട് അവിടെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നടക്കുന്നുണ്ട്. എന്നാൽ കമ്പാരിറ്റീവ്ലി നിങ്ങൾ നോക്കുക, നമ്മൾ ഗ്രാസ് റൂട്ടിന്റെ കേസാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്ത് എത്ര പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്? എത്ര അക്കാഡമീസ് ഉണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ? പോട്ടെ, നമ്മുടെ പഞ്ചായത്ത് മേളക്കെങ്കിലും പെൺകുട്ടികൾ ഇവിടെ ഇറങ്ങി ഫുട്ബോൾ കളിക്കുന്നുണ്ടോ? ഇല്ല. വളരെ റെയറായിട്ടുള്ള കുറച്ച് കുട്ടികൾ ആണ്, പെൺകുട്ടികളൊക്കെയാണ് ഇവിടെ ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഓക്കെ ആക്കി എടുക്കുന്ന കുറെ പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് ഇന്ത്യയുടെ നാഷണൽ ടീമൊക്കെ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് കമ്പയർ ചെയ്യുകയാണ് കേട്ടോ. അതായത് ഇന്ത്യയുടെ മെൻസിനെയും വുമൻസിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ മെൻസിനുള്ള അത്രയും ഒരു കൗണ്ട് എന്തായാലും വുമൻസിന് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ആ ടീം ബിൽഡ് ചെയ്ത് ഇന്ന് മുമ്പോട്ട് ഒത്തിരി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ട് ഇവിടെ പറ്റുന്നില്ല? ഇവിടെ പറ്റാത്തതിന്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്, പൊളിറ്റിക്സ് തന്നെയാണ്. ശരിക്കും നമ്മൾ ഒരു വുമൻസ് ടീം അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും വരരുതേ ആരും.
സ്പെയിനിന്റെ വുമൻസ് ടീം നമ്മുടെ ഇന്ത്യയുടെ മെൻസ് ടീമിനെയൊക്കെ ചുമ്മാ അടിച്ച് തോപ്പിക്കും. സിമ്പിളായിട്ട് അവർ തോപ്പിച്ചിട്ട് വീട്ടിൽ പോകും. അപ്പൊ അതുകൊണ്ട് അവർ വുമൻസ് അല്ലേ ഇവർ മെൻസ് അല്ലേ അങ്ങനെ കമ്പയർ ചെയ്തത് അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യയുടെ നാഷണൽ മെൻസ് ടീമിനേക്കാളും അടിപൊളിയായിട്ട് സ്പെയിനിന്റെയും ബ്രസീലിന്റെയും ഫ്രാൻസിന്റെ ഒക്കെ ടീം കളിക്കും, ഇംഗ്ലണ്ടിന്റെ ഒക്കെ അവര് പറപ്പിക്കും വെച്ച്. അവരുമായിട്ട് ഒരു കളി ജയിക്കാനുള്ള സ്ട്രെങ്ത് ഇന്ത്യയുടെ മെൻസ് നാഷണൽ ടീമിന് ഇല്ലാന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ വളരാത്തതിന്റെ മെയിൻ റീസൺ. ഇവിടുത്തെ പൊളിറ്റിക്സ് ആണ്, ഇവിടുത്തെ രാഷ്ട്രീയ മുതലെടുപ്പുകളാണ്, ഇവിടുത്തെ സൊസൈറ്റിയാണ്, പ്രൊഫഷണലിസം ഇല്ലായ്മയാണ്. ഇതൊക്കെ തന്നെയാണ്, അല്ലാതെ മറ്റൊന്നും അല്ല. നമ്മൾ ഇനിയിപ്പോൾ എത്ര ഗ്രാസ് റൂട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ഈ ഗ്രാസ് റൂട്ടിൽ പ്രൊഫഷണലിസം ഉണ്ടാവണം. ഈ ഗ്രാസ് റൂട്ടിൽ നിന്ന് വളർന്നു വരുന്നവന്മാരെ അങ്ങോട്ടൊന്ന് കയറ്റണം ഏത് നാഷണൽ ടീമിലോട്ട്. അല്ലാതെ അവന്മാരൊക്കെ ISL കളിച്ച് നടന്നാൽ മതി എന്നുള്ള മെന്റാലിറ്റിയിലുള്ള മാനേജ്മെന്റ് തലമുട്ടപ്പന്മാരും അവിടെ ഉള്ളതെങ്കിൽ ഈ ഗ്രാസ് റൂട്ട് കൊണ്ടൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. എത്ര വർഷമായിട്ട് കളിക്കൈക്കൾ അവന്മാരവിടെ, എന്താ അവന്മാരൊന്നും ഇറക്കി വിടാത്തേ? ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുകയാണ് കുറെ എണ്ണം. എന്തിനാന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തായാലും കൊള്ളാം. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്ന പ്രശ്നം. എന്തായാലും നോക്കാം എന്തെങ്കിലുമൊക്കെ നടക്കുമോന്ന്. താങ്ക് യു.